തിരുവനന്തപുരത്ത് വിതുര ആറ്റുമൺപുറം പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. 1,41,00,000 രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അറിയിച്ചു. സാങ്കേതിക അനുമതി ലഭിക്കാത്തതാണ് വൈകാൻ കാരണമെന്നും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വാമനപുരം ആറിൽ പകുതി വഴിയിൽ നിലച്ച പാല നിർമ്മാണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടറാണ് ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നത്. സന്തോഷം. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. നാട്ടിലൊരു പാലം വന്നാൽ അത് ജനങ്ങൾക്ക് ഗുണകരമാണ്. എന്നാൽ സർക്കാർ നിർമ്മിച്ചൊരു പാലം നാടിന് ശാപമായി മാറിയ വാർത്ത ഒരാഴ്ചയ്ക്ക് മുമ്പാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. ഈ ആധുനിക രീതിയിലൊരു കോൺക്രീറ്റ് പാലത്തിലാണ് ഈ തടി സ്ട്രക്ചർ കെട്ടിയിരിക്കുന്നത്. അത് നോക്കിക്കൊള്ളണം. ഇത് കേരളത്തിൽ തന്നെ ഈ ചരിത്രത്തിലുണ്ടോ? ഇനി യവന്മാർ ഇവിടെ വോട്ടിന് വരണ്ട. ഓമാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കണതുമില്ല. എന്തിനാ കൊടുക്കണത്? $94 ലക്ഷം മുടക്കി 5 വർഷങ്ങൾക്ക് മുമ്പാണ് ആറ്റുമൺപുറം പാലം പണിതത്. SC/ST ഫണ്ട് ഉപയോഗിച്ച ജില്ലാ പഞ്ചായത്തിനായിരുന്നു നിർമ്മാണ ചുമതല. പക്ഷേ ഫണ്ട് തീർന്നെങ്കിലും പാലം പണി തീർന്നില്ല. പിരിവെടുത്ത നാട്ടുകാർ താൽക്കാലികമായി തയ്യാറാക്കിയ പാലമാണ് ആറ്റുമൺപുറത്തെ ജനങ്ങളുടെ ആശ്രയം. വാമനപുരം 6 പകുതിയിലായി പണിതു നിർത്തിയ പാലത്തെക്കുറിച്ച് റിപ്പോർട്ടർ TV വാർത്ത നൽകിയതോടെ പ്രശ്നപരിഹാരത്തിനായി ഇടപെടാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ഉറപ്പു നൽകി. 1,41,00,000 രൂപ സർക്കാർ ഈ ആറ്റുമൺപുറം പാലത്തിൻ്റെ പൂർത്തീകരണത്തിനും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിനുമായി അനുവദിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് ആ ഫയൽ കാത്തു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നൂലാമാലയിൽ കുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനെ കുരുക്കഴിച്ച് എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. സ്ഥലം MLA കൂടിയായ ജി സ്റ്റീഫനും റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. അതേസമയം പാലം നിർമ്മാണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.